പെസഹ വ്യാഴത്തിന്റെ കഥ അറിയാമോ? പെസഹ പെരുന്നാളിന്റെ തലേ ദിവസം ആയിരുന്നു അത്. യേശുവും ശിഷ്യന്മാരും അത്താഴം കഴിക്കുകയായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അപ്പോൾ പിശാച് ഇസ്കറിയോത്ത യൂദാസിന്റെ മനസ്സിൽ പ്രേരണ നൽകിയിരുന്നു. യേശു എഴുന്നേറ്റ് തന്റെ മേലങ്കി മാറ്റിയിട്ട് ഒരു തോർത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, എന്നിട്ട് തോർത്തുകൊണ്ട് തുടക്കാൻ തുടങ്ങി. അപ്പോൾ ശിമോൻ പത്രോസ് യേശുവിനോട്, ഗുരു, അങ്ങ് എന്റെയും പാദം കഴുകുവാൻ പോകുകയാണോ? ഞാൻ ചെയ്യുന്നത് എന്താണ് എന്നത് നീ ഇപ്പോൾ മനസ്സിലാക്കില്ല, നീ അത് പിന്നീട് മനസ്സിലാക്കും. അങ്ങ് എന്റെ കാലുകൾ കഴുകുവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്റെ കാൽ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്റെ ശിഷ്യൻ ആയിരിക്കുവാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഗുരു, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടി കഴുകണമേ. കുളിച്ചിരിക്കുന്നവൻ കാൽ മാത്രം കഴുകിയാൽ മതി. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, ഒരാൾ ഒഴികെ. തന്നെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നവൻ ആരാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞത്. അവരുടെ കാലുകൾ കഴുകിയ ശേഷം യേശു തന്റെ മേലങ്കി ധരിച്ചു. തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്ന് അവരോട് സംസാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ എന്നെ ഗുരു എന്ന്, കർത്താവ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഗുരുവും കർത്താവും ആയവൻ നിങ്ങളുടെ കാൽ കഴുകിയിരിക്കുന്നു. നിങ്ങളും പരസ്പരം കാൽ കഴുകണം. ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. വളരെ കലങ്ങിയ ഹൃദയത്തോടെ യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു. നിങ്ങളിൽ ഒരാൾ എന്നെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കും. അവൻ പറഞ്ഞത് ആരെക്കുറിച്ച് എന്നറിയാതെ ശിഷ്യന്മാർ പരസ്പരം നോക്കി. ഈ സമയം യേശുവിന്റെ അടുത്ത് ഇരുന്ന ശിഷ്യൻ യേശുവിനോട് ചോദിച്ചു, അത് ആരാകുന്നു ഗുരു? ഞാൻ അപ്പം മുക്കി. ആർക്ക് കൊടുക്കുന്നു? അയാൾ തന്നെ. അവൻ അപ്പം മുക്കി ഇസ്കറിയോത്ത യൂദയ്ക്ക് കൊടുത്തു. യേശു അയാളോട് പറഞ്ഞു, നീ ചെയ്യാൻ ഇരിക്കുന്നത് വേഗം ചെയ്യുക. മറ്റുള്ളവർക്ക് യേശു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. പണസഞ്ചി യൂദയുടെ പക്കൽ ആയിരുന്നതിനാൽ പെരുന്നാളിന് എന്തെങ്കിലും വാങ്ങുവാനും സാധുക്കൾക്ക് വലതും കൊടുക്കുവാനും ആയിരിക്കും യേശു പറഞ്ഞത് എന്ന് അവർ കരുതി. അപ്പം വാങ്ങിയ ഉടനെ അയാൾ പുറത്തു പോയി. അപ്പോൾ രാത്രി ആയിരുന്നു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചിട്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുക, ഇത് എന്റെ ശരീരമാണ്. പിന്നീട് അവൻ പാനപാത്രം എടുത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചിട്ട് അത് അവർക്ക് കൊടുത്തു. ശിഷ്യന്മാർ എല്ലാവരും അത് കുടിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഇത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണ്. ഈ ജനത്തോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി എന്റെ രക്തത്താൽ പൂർത്തിയാക്കപ്പെട്ടു. വരുവാനുള്ള രാജ്യത്തിൽ പുതിയ വീഞ്ഞ് പാനം ചെയ്യുന്നതുവരെ ഞാൻ ഈ വീഞ്ഞ് കുടിക്കുകയില്ല. പിന്നീട് അവർ ഒലിവ് മലയിലേക്ക് പോയി.